അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ചിക്കൻ്റെ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിലൊരു ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ കുക്കറിലല്ലേ മസാല ഉണ്ടാക്കുന്ന. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കുക്കറിൽ മസാല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. നമ്മളെ നാടൻ സ്റ്റൈലിൽ വരണമെങ്കിൽ നമുക്ക് ആ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണേ. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 വലിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2.5 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. ഉള്ളിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി വരണേ, നല്ല സോട്ടായിട്ട് വരണട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടെ. നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കണേ. നല്ല ഒരു കളർ ഇതൊക്കെ നല്ല മാറി വരണം കേട്ടോ. നല്ല ഒരു ബ്രൗൺ ആവണ്ട, നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ മസാലക്ക് ഇത് വരും, മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 800 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്കിലാണ് ഞാനിവിടെ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു 800 ഗ്രാം ചിക്കനാണ് ഉള്ളത്. അപ്പോൾ 800 ഗ്രാമിന് ചിക്കന് ഞാനിവിടെ 2.5 ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ചിക്കനിലേക്കുള്ള ആ ഉള്ളീൻ്റെ അതൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒരു 3-4 മിനിറ്റ് നല്ലോണം ഒന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മളെ ചിക്കനൊക്കെ വെന്ത് വരും കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രഷറും ഇതൊക്കെ മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ കഴിഞ്ഞ ബിരിയാണീൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടെ. ആദ്യം ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. ഇപ്പം ഞാനിവിടെ ഉള്ളി പൊരിച്ചെടുക്കുന്നില്ല കേട്ടോ. ഉള്ളി പൊരിച്ചെടുത്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അണ്ടിയും മുന്തിരിയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിക്ക് നമ്മളെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും അണ്ടിയും മുന്തിരിയൊക്കെ വേണമല്ലോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഗീയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള ഒരു കണക്കിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളവന്നതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അരി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ജീരകശാലൻ്റെ അരിയാണ്. അറിയാമല്ലോ, നമ്മുടെ നാടൻ ബിരിയാണിക്ക് എന്തായാലും ജീരകശാലൻ്റെ അരി തന്നെയല്ല വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ലെമൺ ജ്യൂസൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അരി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഇതാക്കിയിട്ട് നല്ല ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് അങ്ങനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വീഡിയോ കണ്ട് നോക്കട്ടെ. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും അടിപൊളിയാണ് ഈ ഒരു ബിരിയാണി. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ്റെ കുക്കറിൽ ഇതൊക്കെ വിസിലൊക്കെ പോയിട്ട് നല്ല ഒരു പ്രഷർ ഇതൊക്കെ പോയിട്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് മസാല എങ്ങനെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ചിക്കന് ഇതൊക്കെ നല്ലോണം കുറച്ചൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അധികം വേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ബിരിയാണിയല്ല അടിയിൽ ഇതാക്കണ്ടല്ലേ. അപ്പം കുറച്ചൊന്ന് ജസ്റ്റ് നമ്മൾ കണക്കായ വേവനെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു വിസിൽ അടിക്കുന്ന സമയത്ത്. എന്നിട്ട് നമുക്കൊന്നും കൂടെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം ഞാൻ പറഞ്ഞില്ല, തക്കാളി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വെള്ളം എന്തായാലും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പൊരിച്ചത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ മസാലയ്ക്കും നമുക്ക് ഈ ഒരു ഉള്ളി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ
ഞാൻ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എയർ ഫ്രയറിൽ ചെയ്തെടുത്തതാണ്. ഈ മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ എണ്ണയില്ലാണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് തീ ഓഫ് ചെയ്യട്ടെ. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ തിളപ്പിക്കരുത്. തിളപ്പിക്കാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ചിക്കൻ്റെ ഒരു മസാല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ കുക്കറിലാവുമ്പം. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം കേട്ടോ. സാധാ ദമ്മിടുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ചോറ് എടുക്കാം. എന്നിട്ട് അതിൽ ഹാഫ് പോർഷനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഹാഫ് പോർഷൻ ആക്കിയിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഇനിയും ചോറ് ഇട്ട് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ഗീ എന്തായാലും ഒന്ന് ചുറ്റി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ബിരിയാണിക്ക് മേലെ ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുമെന്ന് അതെന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതൊക്കെ ലെയർ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം ഈ പെരുന്നാളിനൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാനുള്ള ആൾക്കാരൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.